ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമാവുമ്പോഴോ ഒരു പരാജയം സംഭവിക്കുമ്പോഴോ നമ്മൾ ഇനി എന്ത് എന്ന് ആലോചിച്ച് നിരാശരാവാറുണ്ട്. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് കരുതരുത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ, വിജയം കൈവരിക്കാൻ ജീവിതം നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാവാം. ഈ കഥ ഒന്ന് കണ്ടു നോക്കൂ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. ആരും ഉപയോഗിക്കാത്ത ഒരു ആരാധനാലയം. അവിടെ മനോഹരമായ ഒരു വലിയ മണി ഉണ്ടായിരുന്നു. അതാരെങ്കിലും ഉപയോഗിച്ചിട്ട് കാലങ്ങളായി. വേനലും വസന്തവും എല്ലാം കടന്നുപോയി. ഒരിക്കൽ ഒരു കുഞ്ഞു കുരുവി അതിലേ വന്നു. ആരും ഉപയോഗിക്കാത്ത മണി കണ്ടപ്പോൾ കുരുവി കരുതി, എനിക്ക് കൂടുകൂട്ടാൻ പറ്റിയ ഇടം, ആരുടെ ശല്യമില്ല. കുരുവി അതിൽ പിടിച്ചിരുന്ന വലയൊക്കെ മാറ്റി കുഞ്ഞു കമ്പുകൾ പലപ്പോഴായി കൊണ്ടുവന്ന് നല്ലൊരു കൂടുണ്ടാക്കി അതിനകത്ത്. പിന്നെ അത് കുഞ്ഞു തൂവലുകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കി. പുറത്ത് പെയ്യുന്ന മഴയും നോക്കി കൂട്ടിലിരുന്നു കൊണ്ട് സ്വയം പറഞ്ഞു, എന്ത് സുരക്ഷിതമായ ഇടം, എനിക്കായി ദൈവം കരുതി വച്ചിരുന്ന സ്ഥലം. ഇനി ഞാൻ എന്നും ഇതിൽ തന്നെ കഴിയും. കുരുവി പ്രഭാതങ്ങളിൽ പാടി നടന്നു. ആഹാരം തേടി കഴിച്ച ശേഷം ആ മണിക്കുള്ളിൽ സുഖമായി കിടന്നുറങ്ങി. ഇനി ആരും ഈ മണി അടിക്കില്ല എന്ന് കുരുവി ഉറപ്പിച്ചു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. ഒരു ദിവസം ഒരു 3 സന്യാസിമാർ ആ അമ്പലത്തിലേക്ക് കടന്നു വന്നു. അമ്പലവും പരിസരവും വൃത്തിയാക്കിയ ശേഷം അവർ ആ മണിയുടെ അടുത്തേക്ക് വന്നു. ഈ മണി അടിച്ച് നമുക്ക് നാട്ടുകാരെ കൂട്ടണം, എന്നിട്ട് നിത്യവും ഇവിടെ ആരാധന നടത്തണം. ഇതൊന്നും അറിയാതെ ശാന്തമായി ഉറങ്ങിയിരുന്ന കുരുവി ഭും എന്ന ശബ്ദത്തിൽ മണിയിൽ ആരോ അടിച്ചത് കേട്ട് ഞെട്ടി ഉണർന്നു. ആ അടിയുടെ പ്രകമ്പനത്തിൽ കുരുവിയുടെ കൂട് ചിതറി. തുവലുകൾ അവിടെ ആകെ പറന്നു നടന്നു. പേടിച്ചു പോയ കുരുവി പുറത്തേക്കിറങ്ങി. അമ്പലത്തിന് ചുറ്റും കരഞ്ഞു നടന്നു. എന്നേക്കും സുരക്ഷിതമെന്ന് താൻ കരുതിയുന്ന തൻ്റെ വാസസ്ഥലം പോയിരിക്കുന്നു. ഇനി എങ്ങോട്ട് പോകും? എന്തിനീ വിധി തനിക്ക്? താൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെയല്ലേ താൻ ജീവിച്ചത്? കുരുവിയുടെ ഹൃദയം തകർന്നു. കുരുവി എങ്ങോട്ടോ പറന്നുപോയി. അടുത്ത ദിവസങ്ങളിൽ ഘനമാർന്ന ഹൃദയവും ചിറകുകളുമായി കുരുവി താഴ്വര ആകെ പറന്നു നടന്നു. അത് പല പല മരക്കൊമ്പുകളിൽ പോയിരുന്നു. വിശപ്പും ദാഹവും കുരുവിയെ തളർത്തി. എൻ്റെ ജീവിതം തീർന്നു, എല്ലാം അവസാനിക്കുകയാണ്, കുരുവി കരുതി. പെട്ടെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ കുരുവിക്ക് തോന്നി, തളരരുത് നീ, ഒരിക്കലും തളരരുത്. നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. നീ ശ്രമിക്കൂ, വിജയം നിനക്കുള്ളതാണ്. ആ ശബ്ദം, ആ തോന്നൽ കേട്ട് പെട്ടെന്നൊരു ഊർജം കൈവന്ന കുരുവി പറന്നുയർന്നു. അത് ദൂരങ്ങളിലേക്ക് പറന്നുപോയി. ഞാനൊരു പുതിയ സ്ഥലം കണ്ടുപിടിക്കും, അത് ഉള്ളിൽ ഉറപ്പിച്ചു. അങ്ങനെ പറന്നു പോകവേ വെള്ളം ഒഴുകുന്ന ശബ്ദം കുരുവി കേട്ടു. ആ ശബ്ദം പിന്തുടർന്നു പോയ കുരുവി കണ്ടു അന്ന് വരെ കാണാത്ത ഒരു മനോഹരമായ സ്ഥലം. അതും കാട്ടിനുള്ളിൽ. നിറയെ പച്ചയിലകൾ, നിറഞ്ഞ വലിയ മരങ്ങൾ, അവിടെ ആകെ പൂക്കളും കായ്കളും ചെറിപ്പഴങ്ങളും നിറഞ്ഞിരിക്കുന്നു. തണുത്ത ശുദ്ധമായ കാറ്റ്, ഇളം വെയിൽ, പൂക്കളിൽ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ, തുമ്പികൾ. കുരുവിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആയില്ല. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണിത്! ഇവിടെ ഞാൻ പുതിയ കൂട് കൂട്ടും, കുരുവി സ്വയം പറഞ്ഞു. അതൊരു പുതിയ കൂട് കൂട്ടാൻ തുടങ്ങി. ഇത്തവണ പതിയെ നല്ല കമ്പുകൾ കൊണ്ട് സമയമെടുത്ത് ഒരു ശക്തമായ കൂടാണ് കുരുവി കെട്ടിയത്. കൂട് കെട്ടിക്കഴിഞ്ഞപ്പോൾ കുരുവി അഭിമാനത്തോടെ അതിലിരുന്നു. അതിനെ തഴുകി കടന്നുപോയ കാറ്റ് മധുരതരമായ ഒരു പാട്ട് പാടുന്നത് പോലെ കുരുവിക്ക് തോന്നി. ചുറ്റും കാറ്റിനൊപ്പം ഇളകിയാടുന്ന പൂക്കളും പഴങ്ങളും കണ്ടപ്പോൾ കുരുവി ആലോചിച്ചു, ആ മണി അന്ന് അടിച്ചത് എന്ത് നന്നായി! അല്ലെങ്കിൽ വിരസമായ ആ സ്ഥലത്ത്, ആ കൂട്ടിൽ
ഞാൻ എന്നെന്നും ഇരുന്നേനെ. ഇങ്ങനെ ഒരു സ്വർഗഭൂമി ഞാൻ കാണില്ലായിരുന്നു. ഇവിടെ കൂട് കൂട്ടില്ലായിരുന്നു. അന്നെല്ലാം അവസാനിച്ചു എന്ന് തോന്നിയെങ്കിലും സത്യത്തിൽ എല്ലാം ആരംഭിക്കുകയായിരുന്നു. കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ കൂട് കൂട്ടിയിട്ടുണ്ടാവില്ലേ? അത് വീടാവാം, സുഹൃത്ത് ബന്ധങ്ങളാവാം, ജോലിയാവാം. എല്ലാം എന്നേക്കും സുരക്ഷിതമാണെന്നും ഒന്നും ഒരിക്കലും മാറില്ലെന്നും നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു ദിവസം ജീവിതമാകുന്ന മണി ഒന്നടിച്ചേക്കാം. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയേക്കാം. നമ്മൾ സ്വയം ആലോചിച്ചേക്കാം, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? ദുഃഖം തോന്നിയേക്കാം. ഭാവി ഇരുളടഞ്ഞതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ കഥയിലെ കുരുവിയെപ്പോലെ നമ്മളും പറക്കണം, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടണം. ഒരധ്യായത്തിൻ്റെ അവസാനം ഒരു നോവലിൻ്റെ അവസാനമല്ലാത്തതുപോലെ എല്ലാം അവസാനിച്ചു എന്ന് തോന്നലുണ്ടാക്കുന്ന ആ മാറ്റം പുതിയ തുടക്കത്തിൻ്റെ ആരംഭമാവാം. ഒരു നഷ്ടം മറ്റൊരു നേട്ടത്തിലേക്കുള്ള പാതയാവാം. ആ കുരുവിയെ ഓർക്കൂ. എല്ലാമായിരുന്ന ആ മണി, അതാ ശബ്ദമുണ്ടാക്കി കുരുവിയെ അകറ്റിയത് മറ്റൊരു സ്വർഗം തേടിയുള്ള യാത്ര തുടങ്ങാനായിരുന്നു. അതുപോലെ നിരാശരാവാതെ പറക്കൂ. നിങ്ങളെ കാത്തിരിക്കുന്ന ആ സ്വർഗം കണ്ടെത്തൂ. നാളെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ കൂട് ഒരുപക്ഷെ അതാവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വർണ്ണാഭമായ വാസസ്ഥലം.